ഹല്ലേലൂയ. ഞാൻ ഈ സമയത്തിനാണ് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വാസ്തവത്തിൽ അച്ഛനെന്ന് പറഞ്ഞതുപോലെ ഏലിയാവിന് ഒരുപക്ഷെ ഒരു വിലാപം ഉണ്ടായിരിക്കും, എന്താ ദൈവത്തിന് വേണ്ടി ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു. പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എനിക്കും അറിയാം, അത് ഒരു തെറ്റായ ഒരു അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയാണ് ദൈവത്തെയും ദൈവജനങ്ങളെയും. അങ്ങനെയല്ല. ദൈവത്തിന് വേണ്ടി നിലകൊള്ളുന്ന ബാലിന് മുട്ടുമടക്കാത്ത 7000 പേര് വിവിധ സ്ഥലങ്ങളിലുണ്ട്. പക്ഷേ ഒരു പക്ഷേ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ അവർക്ക് പുറത്തോട്ട് വരാനുള്ള ആ ഒരു ആത്മവീര്യമോ മറ്റോ ഇല്ലായിരുന്നിരിക്കാം. പുറത്തോട്ട് വരാനുള്ള ആത്മവീര്യം ഇല്ലാത്ത ആളുകളുടെ കൂട്ടത്തിൽ എലീശായും ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. അതായത് ബാലിന് മുട്ടുമടക്കാത്ത 7000 പേരുടെ കൂട്ടത്തിലുള്ള ഒരാളാണ് ആര്? എലീശ. അപ്പോൾ അങ്ങനെയുള്ള എലീശയെ കണ്ടെത്തി അവർക്ക് നേതൃത്വം കൊടുക്കുവാൻ വാസ്തവത്തിൽ ഏലിയാവിന് ചുമതല ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കണം. പക്ഷേ ഏലിയാവ് ഒരു ഒറ്റപ്പെട്ട മനുഷ്യൻ. ഓരോരുത്തർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ഓരോ നേച്ചറുണ്ട്, ശുശ്രൂഷയുടെ ഒരു നേച്ചറുണ്ട്. ആ നേച്ചർ അനുസരിച്ച് ഒറ്റയാന്മാരായിട്ടുള്ള ഒത്തിരി പേരുണ്ട്. ഒറ്റയാന്മാരായ ആളുകൾ പലപ്പോഴും ഉണ്ട്. അതിലൊരു ഉദാഹരണമാണ് യോഹന്നാൻ സ്നാപകൻ. യോഹന്നാൻ സ്നാപകൻ ശരിക്കും പറഞ്ഞാൽ ഒരു ഒറ്റയാനായ ആളാണ്. പക്ഷേ യേശു അങ്ങനെ അല്ലായിരുന്നു. യേശു ഒരു ഒറ്റയാനായിട്ടല്ല കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. എപ്പോഴും എന്താണ്, ശിഷ്യന്മാരെന്നുള്ളതല്ല, കർത്താവ് കുറച്ചുകൂടെ ആളുകളുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇടപഴകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ യേശുവിൻ്റെ ശുശ്രൂഷ എന്ന് പറയുന്നതും യോഹന്നാൻ്റെ ശുശ്രൂഷ എന്ന് പറയുന്നതിനകത്തും അതിൻ്റേതായിട്ടുള്ള വ്യത്യാസം നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇതുപോലെ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യത്യസ്തമായ നേച്ചർ പല ശുശ്രൂഷകർക്കും ഉണ്ട്, ഇന്നും ഉണ്ട്. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത്, എന്നാൽ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യം, ഏലിയാവും എലീശയും ഏലിയാവിനെ പിടിച്ചുകൊണ്ട് കൊടുക്കാനായിട്ട് രാജാവ് നിയോഗിച്ച രാജഭൃത്യനും എല്ലാം ബാലിന് മുട്ടുമടക്കാത്ത 7000 പേരുടെ കൂട്ടത്തിലുള്ളവരാണ്. അപ്പോൾ അവരെ കണ്ടെത്താനായിട്ട് ഉള്ള ഒരു പരിശ്രമം വാസ്തവത്തിൽ ഉണ്ടാകണം. വാസ്തവത്തിൽ ജോയ് തോമസ് പാസ്റ്ററും ജോയിച്ചാനും മറ്റുള്ള അതുപോലെയുള്ള ആളുകൾ ചെയ്യുന്ന ഒരു സംരംഭത്തിൽ ഞാൻ അങ്ങനെ ഒരു നല്ല വശം കാണുന്നുണ്ട്. ഇവിടെ ഇങ്ങനൊരു സെമിനാർ നടത്തുന്നതിൻ്റെ കാരണം ഇതാണ്. നമുക്കറിയാം, ഇന്നത്തെ സഭയുടെ ഈ രീതിയിലുള്ള പോക്കിനോട് നല്ലൊരു ശതമാനം ആത്മാർത്ഥതയുള്ളവരും സംതൃപ്തരൊന്നുമല്ല. പക്ഷേ എല്ലാവരും അവിടെ ഇരുന്ന് ഇതെങ്ങനെ ചെന്ന് പോകും, എങ്ങോട്ടായി പോകുന്നേ, നമ്മളെങ്ങോട്ടായി, ഈ കാർ എങ്ങോട്ടാ, ബ്രേക്ക് പൊട്ടിയ ഒരു കാറ് പോലെയാണ് ഇന്ന് വാസ്തവത്തിൽ സഭയുടെ പോക്കെന്ന് പറയുന്നത്. എവിടാ ചെന്ന് ഇടിക്കുന്നതെന്നുള്ള പേടിയിലാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത്. ഈ ഒരു ചിന്താഗതി വെച്ച് പുലർത്തുന്ന അനേക ആളുകളുണ്ട്. പക്ഷേ നമുക്ക് ആവശ്യമായിരിക്കുന്നത് അങ്ങനെയുള്ള ആളുകളുടെ ഒരു കൂട്ടായ്മയാണ്. അല്ലെങ്കിൽ അത് പ്രസിഡന്റ് സെക്രട്ടറി ഉണ്ടാക്കാനൊന്നുമല്ല. അങ്ങനെയുള്ള ആളുകൾ എവിടെയുണ്ടോ അവർക്ക് ഞങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന് തോന്നത്തക്ക നിലയിലുള്ള ഒരു അതുകൊണ്ടാണ് ഞാൻ അതിനെ കൂട്ടായ്മ എന്ന് പറയുന്നത്. ഞങ്ങൾ ഒറ്റയ്ക്കല്ല, ഞാൻ ഒറ്റയ്ക്കാണെന്നുള്ള ചിന്ത നമ്മൾ ഏലിയാവ് പറയുന്നത് പോലെയുള്ള ഒരു ചിന്തയേ ഉള്ളൂ. ഒറ്റയ്ക്കല്ല, നിങ്ങൾ ഒറ്റയ്ക്കല്ല. നിങ്ങൾക്ക് അങ്ങനെ ഒരു മനോഭാവം ഉണ്ടെങ്കിൽ, അങ്ങനെ ദൈവം നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു വേദന തന്നിട്ടുണ്ടെങ്കിൽ, വേദനപ്പെടുന്ന 100 കണക്കിന് ആളുകൾ പല സ്ഥലങ്ങളിലുണ്ട്. അവർ ഒരുമിച്ച് അറിയുക, കാണുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടതായ ഒരു വിശേഷം എന്ന് പറയുന്നത്. ഇന്ന് ഈ വേദിയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ഒരു കാര്യം, ഓഫ് കോഴ്സ് കാനവച്ചനെ ഞാൻ ഒരുമിച്ച് ഇവിടെ നിൽക്കുന്നു എന്നുള്ളതാണ്. ഞാൻ വിശ്വാസത്തിൽ വരുന്നത് വളരെ ചെറിയ പ്രായത്തിലാണ്, 38 വർഷങ്ങൾക്ക് മുമ്പാണ്. ഏകദേശം ആ കാലയളവ് മുതൽ അച്ഛനുമായിട്ട് വളരെ ഒരു ആത്മ ഐക്യം കർത്താവ് എനിക്ക് തന്നിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, 37 ഇയേഴ്സ് ബാക്ക് കാനവച്ചൻ പ്രസംഗിച്ച ഒരു വാചകം ഇന്നും എൻ്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. അദ്ദേഹം ചോദിച്ച ഒരു വാക്ക്, ഒരൊറ്റ ഒരു സെൻറ്റൻസ് എൻ്റെ ജീവിതത്തിൽ ഇന്നും എന്നെ പിടിച്ചു നിർത്തിയിരിക്കുന്ന ഒരു ചോദ്യം അതാണ്: വിശുദ്ധിക്ക് വേണ്ടി അല്ലെങ്കിൽ നീ അശുദ്ധിയെ വിട്ടുകളഞ്ഞത് എന്തിന്? കാനവച്ചനെ എഴുതിക്കൊണ്ട് ഞാനിപ്പോൾ ആ കാര്യം പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. 37 ഇയേഴ്സ് ബാക്ക് അച്ഛൻ പ്രസംഗിച്ച ആ വാക്ക് എൻ്റെ ജീവിതത്തെ എത്രമാത്രം മോൾഡ് ചെയ്തു എന്നുള്ളത്. വിശുദ്ധിക്ക് വേണ്ടി അല്ലെങ്കിൽ നീ അശുദ്ധിയെ വിട്ടുകളഞ്ഞത് എന്തിന്? ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഞാൻ എന്തിനാ കർത്താവിനെ സ്വീകരിച്ച് മുന്നോട്ട് വന്നതെന്ന്. ഞാൻ യേശുവിൻ്റെ പിന്നാലെ വന്നത് ഒരു രോഗസൗഖ്യത്തിന് വേണ്ടിയല്ല. ഞാൻ യേശുവിൻ്റെ പിന്നാലെ വന്നത് കടം കയറി രക്ഷയില്ലാതെ മുങ്ങാൻ വയ്യാത്ത സാഹചര്യത്തിൽ കച്ചിത്തുരുമ്പ് എന്ന നിലയിൽ, മുങ്ങിപ്പോകുന്നതിന് ഒരു കച്ചിത്തുരുമ്പ് എന്നുള്ള നിലയിലല്ല ഞാൻ യേശുവിൻ്റെ പിന്നാലെ വന്നത്. അങ്ങനെ വരുന്നവരെ ഒന്നും ഞാൻ ഒരിക്കലും കുറ്റം പറയത്തില്ല. അങ്ങനെയാണെങ്കിലും എങ്ങനെയാണെങ്കിലും യേശുവിനെ അംഗീകരിച്ച് പറയണമെന്നാണ് ഞാൻ പറയുന്നത്.
അതായത് നമ്മൾ ഈ പലപ്പോഴും ഉണ്ടാകുന്നൊരു വലിയൊരു പ്രശ്നമുണ്ട്, ഈ പെൻഡുലം എഫക്റ്റ് എന്ന് പറയുന്നതുണ്ടല്ലോ. പെൻഡുലം ഒരു സൈഡിൽ നിന്ന് വിട്ട് കഴിഞ്ഞാൽ പിന്നെ പോയി നിൽക്കുന്നത് അങ്ങേയറ്റത്തായിരിക്കും, ഒരിക്കലും നടുക്കൊന്നും നിൽക്കത്തില്ല. ഇത് ഈ സെമിനാറിലും എല്ലായിടത്തും ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. കാര്യം ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമുണ്ട്, നമ്മൾ ഏതെങ്കിലും ഒന്നിൻ്റെ ദോഷവശം കണ്ട് പ്രസംഗിക്കുമ്പോഴാണെങ്കിലും അറിയാതെ അതിൻ്റെ അങ്ങേയറ്റത്തായിരിക്കും നമ്മൾ പറയുന്നത്. പക്ഷേ ദൈവം എപ്പോഴും ഒരു ബാലൻസിങ്ങിൻ്റെ ദൈവമാണ്. അല്ലാതെ ദൈവം ഒരിക്കലും എന്തല്ല, ഒരു എക്സ്ട്രീംസിൻ്റെ ദൈവം അല്ല. ദൈവം ഒരു ബാലൻസിങ്ങിൻ്റെ ദൈവമാണ്. കടം കയറി കഴിഞ്ഞാൽ പിന്നെ എന്തോ ചെയ്യും? ഏത് ബാങ്കിൽ ചെന്ന് കഴിഞ്ഞാലും നിൻ്റെ ആധാരം എന്ത് ചെയ്യുമെന്ന് ചോദിക്കും. അത് ഹൈപ്പോത്തിക്കേറ്റഡ് ടു മുത്തൂറ്റ് ബാങ്ക് എന്ന് എഴുതി കഴിഞ്ഞാൽ പിന്നെ അവൻ കടം തരുമോ? ഇല്ലല്ലോ. ഒരു ബാങ്കിൻ്റെയും കടലാസ് ചോദിക്കാതെ കടം തരുന്ന ഒറ്റ ബാങ്കേ ഉള്ളൂ, അത് കർത്താവിൻ്റെ ബാങ്കാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കടം കയറി കഴിഞ്ഞാലും നീ കർത്താവിൻ്റെ അടുത്ത് ചെല്ലണം. രോഗം വന്നാൽ പിന്നെ ആരുടെ അടുത്താണ് പോകുന്നത്? ഡോക്ടർമാർ കൈമാറിയാൽ പിന്നെ നമുക്ക് വേറെ ആരാ ഉള്ളത്? യേശു അല്ലാതെ വേറെ ആരാ ഉള്ളത്? അതുകൊണ്ട് രോഗസൗഖ്യത്തിന് വേണ്ടി കർത്താവിൻ്റെ അടുത്ത് വരുന്നത് തെറ്റാണെന്നോ, കടം കയറിയ ഒരാൾ കർത്താവിൻ്റെ അടുത്ത് വരുന്നത് തെറ്റാണെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ യേശുവിൻ്റെ പിന്നാലെ പോയതിന് ഇതൊന്നും ഒരു കാരണം ആയിരുന്നില്ല. കുടുംബ പ്രശ്നം കൊണ്ടുമല്ല, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു സാഹചര്യം കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ യേശുവിൻ്റെ പിന്നാലെ പോകാനുള്ള കാരണം പാപപൂർണമായ ഒരു ജീവിതം എനിക്ക് സമാധാനം തരാത്തത് കൊണ്ടും എനിക്ക് ദൈവത്തിന് യോജിക്കുന്ന രീതിയിലുള്ളൊരു ജീവിതം ജീവിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ്. അതായത് എൻ്റെ സ്വന്തം കഴിവ് കൊണ്ട് ഞാൻ ഇച്ഛിക്കുന്ന ഒരു ജീവിതം ജീവിക്കാൻ എനിക്ക് പറ്റത്തില്ല എന്ന് എനിക്ക് നല്ല ബോധ്യം ഉണ്ടായിരുന്നു. അവിടെയാണ് പാപബോധമുണ്ടാകുന്നത്. ഞാൻ നന്നായിട്ട് പാപബോധമുണ്ടായതാണ്. എൻ്റെ ചെറുപ്പത്തിലെ ഞാൻ ചെയ്ത വലിയ ക്രൂരതകളുടെ കഥകളൊക്കെ പറഞ്ഞിട്ടോ, എൻ്റെ മനസ്സിലൂടെ സിനിമയിലൂടെ കടന്നു വരുന്നത് പോലെ ഞാൻ ചെയ്ത കൊലപാതകവും വ്യഭിചാരവും എല്ലാം കൂടെ മുന്നേ കൂടെ വന്നിട്ടൊന്നുമല്ല. ആ പ്രായത്തിനൊക്കെ മുമ്പേ ഞാൻ വിശ്വാസം വന്നില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇതൊക്കെ ചെയ്തേനെ ഞാൻ. അത് പക്ഷേ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതൊന്നും അല്ല പാപബോധം എന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ ചെയ്തിട്ടുള്ള ക്രൂരതകളുടെ ഒരു ദർശനം മാത്രമൊന്നുമല്ല പാപബോധം എന്ന് പറയുന്നത്. പാപബോധം അവന് ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കാൻ കഴിയാതെ വരുന്നതാണ് പാപബോധം എന്ന് പറയുന്നത്. എന്നോട് ഒരു വളരെ ചെറുപ്പക്കാരായ രണ്ട് മൂന്ന് പേര് ഞങ്ങളുടെ വീട്ടിൽ വന്നു. അതിലൊരാൾ കോതമംഗലം എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ച് വിശ്വാസത്തിൽ വന്ന ഷൈച്ചാൻ ജേക്കബ് എന്ന് പറയുന്ന പുല്ലാടി ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരാളാണ്. പിന്നെ 2 യങ് ആയിട്ടുള്ള പാസ്റ്റേഴ്സ്, KS ജോസഫ്, അദ്ദേഹം ബാംഗ്ലൂരിലെ IPCയുടെ പാസ്റ്ററാണ്. ചെറിയാൻ, അദ്ദേഹം ഇപ്പോൾ ഫിലദൽഫിയയിൽ US പാസ്റ്ററാണ്. ഇവർ 3 പേരും ആണെന്നാണ് എൻ്റെ ചിന്ത. ഞങ്ങളുടെ വീട്ടിൽ ആദ്യമായിട്ട് കയറി വരുന്നത്, സുവിശേഷമായിട്ട് കയറി വരുന്നത് ഫസ്റ്റ് ടൈം. അവർ കയറി വന്നു കഴിഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഞാൻ കുറച്ച് പുസ്തകം വായിക്കുന്നതൊക്കെ അവർ കണ്ടിട്ടായിരിക്കണം, അവരെനിക്ക് ചെറിയാൻ സാർ നടത്തിക്കൊണ്ടിരുന്ന സുവിശേഷകൻ മാസികയുടെ 1-2 കോപ്പികളും അതുപോലുള്ള ചില 2-3 ലിറ്ററേച്ചറും ഒക്കെ കൊണ്ട് തന്നു, ഇതൊക്കെ വായിക്കണമെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് വൈകുന്നേരം ഉള്ളൊരു മീറ്റിങ്ങിന് വരണമെന്ന് പറഞ്ഞു. ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടി ഞാൻ പോയത് ആ മീറ്റിങ്ങിന്, അല്ലാതെ എൻ്റെ ആത്മരക്ഷയെക്കുറിച്ചുള്ള വലിയ മോഹത്തോടും ദാഹത്തോടും ഒന്നും പോയതല്ല. ഒരു ക്യൂരിയോസിറ്റി, എന്തോ ഇവർ പറഞ്ഞതെന്നറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി. പക്ഷേ ആ യോഗത്തിലേക്ക് കയറി ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ മിസ്ഫിറ്റ് ആണെന്ന് എനിക്ക് പെട്ടെന്ന് തോന്നിപ്പോയി. കാര്യം അവിടെ ഇരിക്കുന്നവരെല്ലാം വിശുദ്ധന്മാരും, ഞാൻ ഒരുത്തൻ മാത്രം അശുദ്ധനും എന്നുള്ള ഒരു വലിയ ഭാരം. ഞാൻ എന്നെ നോക്കിയപ്പോൾ എനിക്ക് ദൈവത്തിൻ്റെ സന്നിധി നിൽക്കാനുള്ള ഒരു യോഗ്യതയില്ല. അവിടെ ഇരിക്കുന്ന ആളുകൾ, അവർക്ക് ദൈവസന്നിധി നിൽക്കാൻ യോഗ്യത ഉള്ളവരാണ്. എനിക്ക് അവിടെ നിൽക്കാൻ പറ്റത്തില്ല. ഞാൻ നേരെ പുറത്തിറങ്ങിപ്പോയി. ഐ വാസ് ക്രൈയിങ്. നന്നായിട്ട് കരഞ്ഞ് എനിക്ക് പാപബോധത്തിൽ നിന്ന് ഞാൻ കരഞ്ഞതാണ്. അതെന്തൊക്കെ ചെയ്ത പാപത്തിൻ്റെ പ്രശ്നമൊന്നുമല്ല, ദൈവത്തിന് മുമ്പിൽ നിൽക്കാനുള്ള യോഗ്യത എനിക്ക് ഇല്ല. അതാണ് എൻ്റെ പ്രശ്നം. ഒരു വ്യക്തിക്ക് പാപബോധം ഉണ്ടാകുമെന്ന് പറയുമ്പോഴത്തേക്ക് അവൻ ചെയ്ത പാപങ്ങൾ തീർച്ചയായും അവനെ വേദനിപ്പിക്കുന്നുണ്ടോ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതിലും ഉപരി പാപബോധത്തിൻ്റെ പോസിറ്റീവ് പോയിന്റ് അവന് ദൈവസന്നിധി നിൽക്കാൻ കഴിയത്തില്ല എന്നുള്ള തിരിച്ചറിവാണ്. ആ തിരിച്ചറിവിൽ ഞാൻ കരഞ്ഞിട്ട് പിന്നെയും കയറിയിരുന്നു ഈ യോഗത്തിന്. അന്ന് പ്രസംഗിച്ച പ്രസംഗമൊന്നും എന്നെ അങ്ങനെ ഭയങ്കരമായിട്ട് സ്പർശിച്ച ഒന്നുമില്ല, എനിക്കറിയത്തില്ല. പക്ഷേ ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, ഞാനിവിടെ ഒരു മിസ്ഫിറ്റായിട്ട് എനിക്ക് തോന്നിയുള്ളൂ, നിങ്ങൾക്കൊക്കെ ഭയങ്കര സന്തോഷമുണ്ട്. എന്തായി സന്തോഷമെന്ന് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. പക്ഷേ എനിക്ക് ഈ സന്തോഷം വേണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. ഞാൻ എന്താ ചെയ്യണ്ടേ? രക്ഷിക്കപ്പെടുവാൻ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചെന്ന് ചോദിച്ചതുപോലെ തന്നെ ഞാൻ ചെന്ന് ചോദിച്ചു. അവരെന്നോട് പറഞ്ഞു, സാജു, ഞങ്ങൾ മോൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് വി ഹാവ് സീൻ ദാറ്റ് യു ആർ റീഡിങ് എ ലോട്ട് ഓഫ് ബുക്സ്. ആ സീലോട് കൂടെ എന്തുകൊണ്ട് വേദപുസ്തകം വായിച്ചുകൂടാ? ഇതായിരുന്നു അവർ എന്നോട് ചോദിച്ച ചോദ്യം. അതൊരു ഫാക്റ്റാണ്. നമ്മൾ വേദപുസ്തകം വീട്ടിലുണ്ടെങ്കിലും വായിക്കാൻ ഇൻട്രസ്റ്റ് ഒന്നും അങ്ങനെ കാര്യമായിട്ട് തോന്നാഞ്ഞതുകൊണ്ട്, ഞങ്ങളുടെ വീട് അത്ര വലിയ റിലീജിയസ് ആയിട്ടുള്ള വീടൊന്നും അല്ലായിരുന്നു. റിലീജിയസ് ആയിട്ടുള്ള പശ്ചാത്തലമൊക്കെ ഉണ്ട്. സാധു കൊച്ചുകുഞ്ഞ് ഉപദേശി എൻ്റെ വലിയപ്പച്ചൻ്റെ അളിയനാണ്. കൊച്ചുകുഞ്ഞ് ഉപദേശി കിടന്നുറങ്ങിയ റൂമിലാണ് ഞാനും കിടന്നുറങ്ങുന്നത്. പക്ഷേ അത് പറഞ്ഞുകൊണ്ടൊന്നും കാര്യമില്ലല്ലോ. അതങ്ങനെ കിടക്കുന്നിടത്ത് കിടന്നതുകൊണ്ട് പകർന്ന് കിട്ടുന്നൊന്നും അല്ലല്ലോ
ആത്മീയത എന്ന് പറയുന്നത്. അങ്ങനെയൊന്നും ഞങ്ങളുടെ വീട്ടിലൊന്നും ഈ പറയുന്ന വേദോസം വായിച്ചില്ലെങ്കിൽ വൈകുന്നേരം ചോറ് തരത്തില്ല, ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ ഒരു സിസ്റ്റം ഒന്നും ഇല്ലായിരുന്നു. പിന്നെ വല്യമ്മച്ചി ചിലപ്പം പ്രാർത്ഥിച്ചെങ്കിൽ പ്രാർത്ഥിച്ചു, അവരൊക്കെ പാട്ടൊക്കെ പാടുക, അത് നോബഡി കെയർസ്. അത് ആ കാലയളവിൽ അതൊരു വി വർ നോട്ട് കെയറിങ് ഇറ്റ്, അതെന്താ ചെയ്യുന്നതെന്നുള്ളതൊന്നും ഞങ്ങൾ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷേ വേദോസ്തവമുണ്ട്. ഞാൻ പള്ളിയിൽ വല്ലപ്പോഴൊക്കെ പോകുന്നുണ്ട്. എൻ്റെ അപ്പൻ പള്ളി വന്നിട്ടേ ഇല്ല. ഞാൻ ചിലപ്പോൾ തമാശയ്ക്ക് പറയാറുണ്ട്, അദ്ദേഹം 3 പ്രാവശ്യം പള്ളി വന്നിട്ടുള്ളതെന്നുള്ളതാണ് എൻ്റെ ചിന്ത. മാമോദീസായ്ക്കും കല്യാണത്തിനും പിന്നെ അടക്കത്തിനും. ആദ്യത്തെ 2 പ്രാവശ്യം എനിക്ക് പോകാൻ പറ്റിയില്ല, പിന്നെ അവസാനം ഞാനാ കൊണ്ടുപോയത് എന്ന് ഞാനിങ്ങനെ തമാശയ്ക്ക് പലപ്പോഴും പറയാറുണ്ട്. അങ്ങനെ ഒരു മനുഷ്യൻ, ഭയങ്കര റാഷണലായിട്ട് ചിന്തിക്കുന്ന ആൾ. എന്നാൽ ഇഷ്ടം പോലെ പുസ്തകങ്ങൾ വായിക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നതുകൊണ്ട് അവർ പറഞ്ഞതുകൊണ്ട് വേദപുസ്തകം 2.5 മാസം കൊണ്ട് ഐ റെഡ് ദ ഹോൾ ബൈബിൾ. എൻ്റെ ജീവിതത്തിൽ എന്നെ രൂപാന്തരപ്പെടുത്തിയത് ദൈവത്തിൻ്റെ വചനമാണ്. ആ ദൈവവചനം രൂപാന്തരപ്പെടുത്തി കഴിഞ്ഞപ്പോൾ കർത്താവ് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു ജീവിതം ജീവിക്കണമെന്നുള്ള ബോധ്യത്തിൽ, അതുകൊണ്ട് ആ സമയത്താണ് കാനോച്ചൻ്റെ പ്രസംഗം കേൾക്കുന്നത്. അന്നത്തെ ഞാൻ ചോദിച്ച ആ ഒരു വാക്ക് എന്നെ, അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, പ്രസംഗിക്കുന്ന എൻ്റെ സഹോദരങ്ങൾ ആലോചിക്കണം. ഒരുപക്ഷെ നിങ്ങൾ ആരും അറിയത്തില്ല, വചനം ഒരിക്കലും അറിഞ്ഞു കാണത്തില്ല, ഓർത്ത് കാണത്തില്ല. ഒരു പക്ഷേ അന്ന് പറഞ്ഞ ആ ഒരു വാക്ക് അന്നത്തെ ഒരു ചെറുക്കൻ്റെ മനസ്സിൽ ഇത്രയും കയറി ഒരു കസേര ഇട്ടിരിക്കുകയാണ്. ഇത്രയും വർഷങ്ങൾ ആയിട്ടും അത് ഇറങ്ങിപ്പോയില്ല ആ വാക്കുകൾ എന്നുള്ളത് നിങ്ങൾ ഓർക്കണം. അതുപോലെ ആണ് പലപ്പോഴും നമ്മൾ സംസാരിക്കുന്ന വാക്കുകൾ എന്ന് പറയുന്നത്. കാര്യം ദൈവത്തിൻ്റെ ആത്മാവിൽ സംസാരിക്കുന്ന വാക്കുകൾ എത്ര ലളിതമാണെങ്കിലും അത് തീർച്ചയായിട്ടും ക്രിയ ചെയ്യുന്നത് വളരെ ആഴത്തിലായിരിക്കും എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഇന്നത്തെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അടിസ്ഥാനപരമായി ഇന്ന് ഒരു വ്യക്തി വിശ്വാസത്തിലേക്ക് വരുന്നത് തന്നെ വിശുദ്ധിക്ക് വേണ്ടിയല്ല. നമ്മൾ എന്തിനു വേണ്ടി വരുന്നോ അത് കിട്ടുമ്പോൾ നമ്മൾക്ക് സംതൃപ്തരാകും. അത് നാച്ചുറലാണ് അല്ലേ? നമ്മൾ പിള്ളേർ ഇപ്പം ഒരു റാങ്ക് വാങ്ങിക്കാൻ വേണ്ടി പഠിക്കുന്നു. എന്തിനാണ് റാങ്ക് വാങ്ങിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, അത് കഴിയുമ്പോൾ കിട്ടുന്ന ഒരു അഡ്മിഷൻ കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് ബാക്കിയെല്ലാം നമ്മൾ മറന്നു. പിന്നെ റാങ്ക് വാങ്ങിച്ചതും ആരും ആലോചിക്കുന്നില്ല, പിന്നെ അതൊന്നും ആലോചിക്കുന്നില്ല. ഒരു കോസിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ ഒരു കാര്യം സാധിക്കാൻ വേണ്ടിയാണ് നമ്മൾ കിടന്ന് പിള്ളേർ പഠിക്കുന്നതുമല്ല അല്ലേ? അതിനകത്ത് കുറച്ച് സന്തോഷമൊക്കെ ഉണ്ടെങ്കിലും അവസാനം അതാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ ഒരു സംതൃപ്തനാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ എന്തിനു വേണ്ടി നമ്മൾ യേശുവിൻ്റെ പിന്നാലെ വന്നു എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. ഒരു കാറിന് വേണ്ടി യേശുവിൻ്റെ പിന്നാലെ വന്നവന് കാറ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവൻ എന്തുവാ? മഹാത്മാഗാന്ധി പറഞ്ഞതുപോലെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കാൻ വേണ്ടിയാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വാസം പറഞ്ഞു കഴിഞ്ഞാൽ എന്തില്ല? വേറെ ലക്ഷ്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് പിന്നെ ഭരണം അവർ രണ്ടാമത് തിരഞ്ഞെടുത്ത ഒരു ലക്ഷ്യമാണ്. അതാണ് ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ. ഇതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്തിനു വേണ്ടി യേശുവിൻ്റെ പിന്നാലെ പോകുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ആ ചോദ്യം ആണ് നമ്മൾ അത് നേടിക്കഴിഞ്ഞാൽ നമ്മൾ നാച്ചുറലി എന്തായിത്തീരും? നമ്മൾ സംതൃപ്തരായിത്തീരും. അതിനപ്പുറത്ത് നമുക്കൊരു ജീവിതമില്ല. രോഗസൗഖ്യത്തിന് വേണ്ടി വന്ന ആളുകൾ രോഗം സൗഖ്യമായി കഴിയുമ്പോൾ, അതിനുവേണ്ടി വന്ന ആളുകൾ, രോഗം സൗഖ്യമാകുന്നതല്ല ഞാൻ പറയുന്നത്, രോഗം സൗഖ്യമാകും, അത് വേറെ കാര്യം. ഞാനും രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് സൗഖ്യമാകുന്നുണ്ട്, അതല്ല ഇതിനകത്തെ വിഷയം. രോഗസൗഖ്യം എന്നുള്ള ഏക ലക്ഷ്യത്തിന് വേണ്ടി ഒരാൾ വന്നു കഴിയുമ്പോൾ, രോഗം സൗഖ്യമായി കഴിഞ്ഞാൽ പിന്നീട് അവന് ക്രിസ്ത്യൻ ലൈഫ് ഇല്ല, അവൻ്റെ മുന്നിലില്ല, അവന് വേറെ എന്തോ ആവശ്യം. ഞാൻ ടാൻസാനിയയിൽ എനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന പീറ്റർ എന്ന് പറഞ്ഞ ഒരു പയ്യനുണ്ട്. അവൻ BBA പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രായമുണ്ട്, പക്ഷെ അവർ ഇച്ചിരി പ്രായമായ 25-28 വയസ്സ് കാണുമായിരിക്കും, മേ ബി ലെസ് ദാൻ 30. അപ്പോൾ ഇവൻ്റെ കൂടെ ഒരു വെസ്റ്റേൺ യൂറോപ്യൻ ഒരു പെണ്ണും കൂടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം സൺഡേയിൽ ഇവൻ വിളിച്ചിട്ട് പറഞ്ഞു, നീ എന്താ ഇന്ന് ഞായറാഴ്ച അല്ലേ, നീ എന്താ നിനക്ക് എന്നാ പള്ളി വന്നാൽ എന്താ? വൈ ഷുഡ് ഐ കം? ഐ എം നോട്ട് സിക്ക്. ഞാൻ എന്തിനാ വരുന്നത്? എനിക്ക് അസുഖമൊന്നുമില്ലല്ലോ. അവൾ ചോദിച്ച ചോദ്യം ഇതാണ്, വൈ ഷുഡ് ഐ കം? ഞാൻ എന്തിനാ വരണ്ടേ? എനിക്ക് അസുഖമൊന്നുമില്ലല്ലോ. ഇതാ ഇന്നത്തെ ഒരു വലിയ പ്രോബ്ലം. നമ്മൾ യേശുവിൻ്റെ പിന്നാലെ പോകുന്നത് എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയാണ്. അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി യേശുവിൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ നാച്ചുറലി വാട്ട് ഹാപ്പൻസ്? ആ കാര്യം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സംതൃപ്തരായിത്തീരും. പിന്നെ നമുക്കൊരു ക്രിസ്തീയ ജീവിതമില്ല. ആരെ കുറ്റം പറയാനാ? അതുകൊണ്ട് കുറ്റം പറയേണ്ടത്